ശബരിമല പോകുന്ന അയ്യപ്പന്മാർ വാവരെ പോയി കാണുന്നു. പിന്നീട് തിരിച്ചു വരുമ്പോൾ അർത്തുങ്കൽ പോയി വെളുത്തച്ഛൻ്റെ അടുത്ത് പോയി മാല ഊരുന്നു. എന്തൊരു മഹത്തായ മതേതര സങ്കല്പം രാഹുൽ ഈശ്വർ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ വലിയ മതേതരത്വത്തിൻ്റെ പ്രതീകമായി ശബരിമല, ഒരിടത്ത് ക്രിസ്ത്യാനി, ഒരിടത്ത് മുസ്ലിം, പിന്നെ നടുക്ക് അയ്യപ്പ ഭഗവാൻ, ഹിന്ദുവിൻ്റെ പ്രതിരൂപം. ഇങ്ങനെയുള്ള മഹത്തായ ഒരു മതേതര സങ്കല്പത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു വാപുരൻ്റെ ക്ഷേത്രമുണ്ടാക്കുന്നു. അയ്യോ മഹാപാപം എന്നൊക്കെയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വിദ്വാൻ പറയുന്നത്. കേട്ടായിരുന്നോ? തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു അവസരവാദിയാണ്. കിട്ടുന്ന വേദിക്കനുസരിച്ച് കയ്യടി നേടാൻ വേണ്ടി കൃത്യമായൊരു നിലപാടില്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തി കേരളത്തിലുണ്ടെങ്കിൽ അത് രാഹുൽ ഈശ്വറാണ്. അദ്ദേഹം ഒരു 10-25 കോട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്, ഖുറാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഏത് വേദിയിലും ഇത് പറയുന്നു. മൊബൈലിനകത്ത് ചില ഫോട്ടോകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ദേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കൈപൊക്കിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചില പ്രഭാഷണങ്ങൾ ഇപ്പം വീഡിയോ ലഭ്യമാണ്. അദ്ദേഹം പറയുന്നത് 950-1000 വർഷങ്ങൾക്ക് മുമ്പാണ് അയ്യപ്പൻ എന്ന് പറയുന്ന ആൾ ജനിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്ന കണക്ക്. 950-1000 വർഷങ്ങൾക്ക് മുമ്പ്. നമ്മൾ കേരളത്തിൻ്റെ ചരിത്രവും അദ്ദേഹത്തിന് ഐതിഹ്യവും കൃത്യമായി അറിയാത്തതുകൊണ്ടാണ്. അയാൾ ഈ പ്രഭാഷണങ്ങളിൽ പറയുന്ന ഒരു കഥയുണ്ട്. ഈ വാവരുടെ ജന്മത്തിനെ പറ്റി പറയുന്നുണ്ട്. തകൃതത്താൻ തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തെ പന്തിലാത്ത് എന്ന് പറയുന്ന വീട്ടിലെ പാത്തുമ്മയ്ക്ക് ജനിച്ച ആളാണ് ഈ വാവർ എന്ന് പറയുന്ന ആള് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ചില അയ്യപ്പൻ പാട്ടുകളിലുള്ളതാണ്. ഈ അയ്യപ്പൻ പാട്ടിന്റെ പ്രത്യേകത ഊരും പേരും ഇല്ലാതെ ഏതോ കാലഘട്ടത്തിൽ പ്രാസം ഒപ്പിച്ച് ഈണത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചില പാട്ടുകളാണ്. ഒരു പിതൃത്വമുള്ളതല്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഇത്രയും മാത്രമേ, പാത്തുമ്മയുടെ മകനെ വാവരെ എന്നൊരു വരി അതിനകത്തുണ്ട്. അതുമാത്രമാണ് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന കഥാപാത്രം. എന്ന് വെച്ചാൽ സനാതന ധർമ്മത്തിലെ ഒരു അന്തക വിത്തായിട്ട് വരുന്ന ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹം എടുത്തുയർത്തുന്ന ഒറ്റ വരിക. നമ്മൾ അതൊന്ന് നോക്കണം. ഈ ലോകത്തിൽ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഹൈന്ദവ നിന്നയുള്ള 3-ാം മഞ്ഞ പുസ്തകത്തിന് തുല്യമായ ഒരു കൃതിയാണ് ഈ അയ്യപ്പൻ പാട്ട് എന്ന് പറയുന്ന പല കാലഘട്ടങ്ങളിൽ എഴുതിയ പുസ്തകം. അതിൻ്റെ മുൻഭാഗമുണ്ട്. ഈ പാത്തുമ്മയുടെ മകൻ വാവരെ എന്ന് പറയുന്നതിൻ്റെ മുൻഭാഗം നമ്മൾ നോക്കണം. ഈ പാത്തുമ്മ എന്ന് പറയുന്നൊരു മുസ്ലിം സ്ത്രീ. ആ കുട്ടിക്ക് പ്രായപൂർത്തിയായ സമയത്ത് മഹാവിഷ്ണു ഈ കുട്ടിയെ കണ്ട് അതിനോട് അതിനോട് സ്നേഹം തോന്നി, അല്ലെ പ്രേമം തോന്നി, കാമം തോന്നി. അദ്ദേഹം ഈ തകൃതത്താൻ തോട്ടത്തിൽ ഒരു പൂമരമായിട്ട് വന്നു. ആ പൂമരത്തിനെ ഈ പ്രായപൂർത്തിയായ പെൺകുട്ടി കണ്ട് സ്നേഹത്തോട് ചെന്നപ്പോൾ ഈ പൂമരം പെട്ടെന്ന് മുകളിലോട്ട് പൊങ്ങുന്നു. വീണ്ടും ആലിംഗനം ചെയ്യാൻ വന്നപ്പോൾ പൂമരം വീണ്ടും താഴോട്ട് വരുന്നു. ഇതൊക്കെ ദ്വയാർത്ഥങ്ങളാണ്. ഈ താഴോട്ട് വന്ന് ആലിംഗനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പാത്തുമ്മയുടെ പള്ളയിൽ ഗർഭമുണ്ടായി. ആ പള്ളയിൽ നിന്ന് ഉദയം ചെയ്തതാണ് വാവർ എന്നാണ് ഈ അയ്യപ്പൻ പാട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഓർത്തു വെക്കണം, മഹാവിഷ്ണുവിന് പ്രേമം തോന്നി മുസ്ലിം പെൺകുട്ടിയോട്. തനി തോന്നിയവാസം എഴുതി വെച്ചിരിക്കുന്ന ഒരു കൃതിയാണ് ഈ രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന കഥാപാത്രം ഉദാത്ത ഗ്രന്ഥമായിട്ട് പറയുന്നത്. എത്ര തോന്നിയവാസവാ! അത് എഴുതിയവനെ കണ്ടാൽ അടിച്ച് ചെവിക്കല്ല് പൊട്ടിക്കേണ്ട സാഹചര്യമാണുള്ളത്. എഴുതിയവരില്ല. 50-60 വർഷങ്ങൾക്ക് മുമ്പ് ആരോ രചിച്ച ഊരും പേരും ഇല്ലാത്തൊരു 3-ാം പുസ്തകമാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ കപട വിശ്വാസി. അദ്ദേഹത്തിന് പറ്റിയ പുസ്തകം എന്ന രീതിയിൽ അദ്ദേഹം ഇത് പറയുകയാണ്. കൃത്യമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ 2-ാം ഭാഗത്ത് വരുമ്പോൾ ശിവനിൽ നിന്നാണ് ഗർഭമുണ്ടായെന്നാണ് ഒരിടത്ത് പറയുന്നത്. വിഷ്ണു മാറി ശിവനായി. ഏറ്റവും കുടുംബസങ്കല്പത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ശിവൻ. ലോകത്തിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഭാര്യയുടെ ഭർത്താവായിരുന്നു മഹാവിഷ്ണു. ആ സുന്ദരിയായ ഭാര്യയുടെ ഭർത്താവായിട്ടുള്ള മഹാവിഷ്ണു ഈ കേരളത്തിലെ പന്തലത്ത് തകൃതത്താൻ തോട്ടത്തിലെ പന്തലകത്ത് വീട്ടിലെ പാത്തുമ എന്ന് പറയുന്ന 10-13 വയസ്സ് പ്രായപൂർത്തി തികഞ്ഞൊരു കൊച്ചിനെ വന്ന് പ്രേമിക്കാൻ മരമായിട്ട് വന്നെന്നൊക്കെ പറഞ്ഞ് എന്തൊരു സങ്കല്പമാണ്. താനി വിഡിത്തം. അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ഈ വാവർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് രാഹുൽ ഈശ്വർ നിരത്തുന്നത് തെറ്റുന്നു. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ ഇദ്ദേഹത്തിന്റെ കാര്യം വെളുത്തച്ഛൻ. ഈ വെളുത്തച്ഛൻ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ ഈ വെളുത്തച്ഛൻ എന്ന പേര്? സായിപ്പായിരുന്നു. അദ്ദേഹം ഒരു വിദേശിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് ജിക്കാമോ ഫെനീഷ്യ എന്ന് പറയുന്ന ഒരു വിദേശിയായിരുന്നു. അദ്ദേഹം അർത്തുങ്കലിൽ വന്ന്, അർത്തുങ്കൽ പള്ളിയുടെ ചരിത്രം എന്ന് തുടങ്ങി എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1581 അർത്തുങ്കലെ പള്ളി തുടങ്ങിയത്. പള്ളി പണിഞ്ഞത് പൊക്കോട്ടത്. അതിന് 50-100 വർഷം മുമ്പ് അവിടെ ക്രൈസ്തവ വിശ്വാസികൾ ഉണ്ടായി നമ്മൾ കരുതിക്കോളൂ. ഈ ജിക്കോമ ഫെനീഷ്യ എന്നാണ് മരിച്ചതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചത് 1633 അദ്ദേഹത്തിനെയാണ് നാട്ടുകാർ വെളുത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നത്. ഈ രാഹുൽ ഈശ്വർ പറയുന്ന അയ്യപ്പസ്വാമി ജനിച്ചത് 950-1000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ 1633 മരിച്ച വെളുത്തച്ഛൻ എന്ന് പറഞ്ഞ ഈ ജിക്കോമ ഫെനീഷ്യയും
ഈ അയ്യപ്പനുമായിട്ട് അയ്യപ്പനുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ശുദ്ധ മര്യാദകേടും വൃത്തികേടും ആരുടെ കയ്യിൽ നിന്നോ എന്തോ മേടിച്ചിട്ടോ പേടിച്ചിട്ടോ ആണ് ഈ രാഹുൽ ഈശ്വരല്ല, രാഹുൽ അസുരനാണ്. അദ്ദേഹം സനാതന ധർമ്മത്തിന്റെ അസുരനായിട്ട് അവതാരം എടുക്കാൻ ശ്രമിച്ചത്. പക്ഷെ ആ അസുരനെയൊക്കെ അതാത് കാലത്തുള്ള കഥാപാത്രങ്ങൾ നിഗ്രഹിച്ചത് നമുക്കറിയാം. അദ്ദേഹം ഈ ശബരിമല തന്ത്രി കുടുംബത്തിൽപ്പെട്ട ആളല്ല. അദ്ദേഹം തീർച്ചയായിട്ടും താഴമൺ തന്ത്രി കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ അമ്മയാണ് ആ വീട്ടിലുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശബരിമലയിൽ ഒരു താന്ത്രികവും കിട്ടത്തില്ല. ആൺമക്കളുടെ മക്കൾക്ക് മാത്രമേ അവിടെ കിട്ടത്തുള്ളൂ. ഇദ്ദേഹം കുറെ ശ്രമിച്ചു നോക്കിയായിട്ടൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ബ്രാൻഡ് നെയിമാണ് ഇദ്ദേഹം ചൂഷണം ചെയ്യുന്നത്. താഴമൺ മഠത്തിലെ ഒരു മെമ്പർ എന്ന രീതിയിൽ പറയുമ്പോൾ കുറെ ആൾക്കാർ ശരിയെന്ന് പറയുന്നു. ഈ ജിഹാദികളായിട്ടുള്ള ആൾക്കാർ ഇദ്ദേഹത്തിന് വേദികളോ അവസരങ്ങളോ കൊടുത്ത് കയ്യടി നേടുന്നു. ഈ കഥാപാത്രം ശബരിമലയിലെ കഴിഞ്ഞ ആ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരസമയത്താണ് നായകനായിട്ട് മുമ്പിൽ വരാൻ ശ്രമിച്ചത്. ഇദ്ദേഹത്തിന് ഏത് കാര്യത്തിലാണ് വ്യക്തമായ നിലപാടുള്ളത്? അല്ല, ഉണ്ടല്ലോ. അദ്ദേഹം ഇസ്ലാമിസ്റ്റുകളുടെ കാര്യത്തിൽ വ്യക്തമായ നിലപാട് അതുണ്ടാവും. അല്ല, അദ്ദേഹം ചില വാക്കുകൾ പറയും. ഇസ്ലാമോഫോബിയ ബാധിച്ച വിശ്വ ഹിന്ദു പക്ഷത്തുകാരാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞതാണ്. ആ വാക്ക് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും. അതിനെ ബാലൻസ് ചെയ്യാൻ ഇടയ്ക്ക് തീവ്ര മുസ്ലിം ചിന്താഗതിക്കാരെ പറ്റി ഇടയ്ക്ക് ഒരു വാക്ക്, 1-2 വാക്കുകൾ പറയും. ചിലത് പറയും. അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് ആത്മവിശ്വാസത്തോടു കൂടി ഒരു കാര്യം പ്രസന്റ് ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയുമില്ല. അദ്ദേഹം എന്തോ ബാഹ്യമായ ചില ചരിത്രവും ഇത്തരത്തിലുള്ള മൂന്നാംകട അയ്യപ്പൻ പാട്ടും ഒക്കെ വായിച്ചതിന് ശേഷം പറയുന്ന കാര്യമാണ്. അല്ല, ഈയിടെ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം ഞാൻ കണ്ടായിരുന്നു. അതായത് നമ്മുടെ ദുബായിൽ നമ്മുടെ കുറേ മലയാളികൾ പാകിസ്ഥാനി ക്രിക്കറ്റർക്ക് സ്വീകരണം കൊടുത്തല്ലോ. അതിനെ അങ്ങ് ന്യായീകരിച്ച് ഇങ്ങനെ വെളുപ്പിച്ചെടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സാമാന്യ ബുദ്ധിയുള്ള അല്പമെങ്കിലും ദേശസ്നേഹമുള്ള ഒരു മനുഷ്യൻ അങ്ങനെ സംസാരിക്കുമെന്ന് ആലോചിച്ച് പോയി. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. നേരത്തെ പറഞ്ഞ പോലെ ആർക്കൊക്കെയോ വേണ്ടി അദ്ദേഹം മൈക്കായി മാറുന്നുണ്ട് എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ നമ്മളിപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രാഹുൽ ഈശ്വർ എടുത്ത നിലപാടുകളെ പലപ്പോഴും വളരെ അപകടകരമായി അന്നുണ്ടായ ഒരു ജനകീയ മുന്നേറ്റത്തെ തിരിച്ചടിക്കുന്ന തരത്തിലുള്ള ചില നിലപാടുകളൊക്കെ എടുത്തു. അന്ന് കാര്യമായി രാഹുലിനെ എക്സ്പോസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. രാഹുൽ അദ്ദേഹം ഈ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ ഈ ചർച്ചക്കാരനൊക്കെ ആയി മാറുന്നതിൻ്റെ തുടക്ക കാലഘട്ടമാണ്. അയാൾ അക്കാലത്തെ അയാളുടെ നയങ്ങൾ ഇപ്രകാരമൊക്കെ മാറുമെന്നും അയാളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാകുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു കൊച്ചു പയ്യൻ എന്ന രീതിയിൽ അയാൾ വന്നു. അതുകൊണ്ട് ആരും അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചില്ല. പക്ഷെ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം പറയുന്ന ഈ തോന്നിവാസങ്ങൾ വന്നപ്പോഴാണ് സമൂഹം അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇയാൾ പറയുന്നതിൻ്റെ പിന്നിൽ ചില അജണ്ടകൾ ഉണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. വേറൊരു ഒറ്റ വ്യക്തികൾ പോലും, ഞാൻ ചോദിച്ചിട്ട് ഇസ്ലാമിക വിശ്വാസികളെ പോലും ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചാൽ അവർ പറയുന്നത് വാവർ എന്ന് പറയുന്ന സങ്കല്പത്തിനോട് ഞങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ലെന്നാണ് പറയുന്നത്. യോജിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പോലും, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന 10-27 വീട്ടുകാരുണ്ട് ഈ വാവറുടേതെന്ന് പറയുന്നത്. ആ വീട്ടുകാർ പോലും ഇദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുന്നില്ല. അദ്ദേഹത്തിന് താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ അവരുടെ വീട്ടിലെ ആർക്കെങ്കിലും ഒരു പേരെടുത്ത് വാവർന്ന്. ഈ കേരളത്തിൽ ഏതെങ്കിലും മുസ്ലിമിന് പേരുണ്ടോ? വാവർന്ന് പേരുള്ള ഒറ്റ മുസ്ലിമും കേരളത്തില്ല. വാവർന്ന് പേരുള്ള ആൾ പോലും കേരളത്തിലുള്ള വാവറും കേട്ടിട്ടില്ല. പിന്നെ ഇദ്ദേഹത്തിന് മാത്രമാണ് ഈ കപട സ്നേഹം. അദ്ദേഹം പറയുന്നത് ബാലൻസിങ്ങിന് വേണ്ടിയാ. അയ്യപ്പൻ എന്ന് പറയുന്ന ഹിന്ദു ഒരു വശത്ത്, നമ്മുടെ ചില ഹോട്ടലുകളിലൊക്കെ വെച്ചിരിക്കും 3 പടവും വെക്കും. അതേ തട്ടിപ്പ് പരിപാടിയാണ് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന കഥാപാത്രം കൊണ്ടുവന്നിരിക്കുന്നത്. ബാലൻസിങ്ങിന് വേണ്ടി, ക്രിസ്ത്യാനിയുടെ കയ്യടി നേടാൻ വേണ്ടി വെളുത്തച്ഛന്, അർത്തുങ്കൽ പള്ളി വെളുത്തച്ഛൻ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ്, അതിനെ തകർക്കരുത് എന്നൊക്കെ ഒരു കോണിൽ പറയും. ക്രൈസ്തവ വേദികളിൽ പറയും. ഇപ്പുറത്ത് ഇസ്ലാമിക വേദികളിൽ കയ്യടി കിട്ടാൻ വേണ്ടി ഈ മഹാവിഷ്ണുവിൽ നിന്ന് ജന്മം കൊണ്ട. അങ്ങനെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ നിയമം അനുസരിച്ച്, ഈ ഭാരതത്തിലെ നിയമം അനുസരിച്ചുകൊണ്ട് പിന്തുടർച്ചാവകാശം നോക്കുന്നത് അച്ഛന്റെ ബാധവും ജാതിയാണ് നോക്കുന്നത്. അങ്ങനെയാണ് വാവരാരാ? രാഹുൽ ഈശ്വർ പറഞ്ഞ കോൺസെപ്റ്റ് അനുസരിച്ചാണെങ്കിൽ മഹാവിഷ്ണുവാണ് അച്ഛൻ. അച്ഛൻ ഹിന്ദു ആണല്ലോ. അച്ഛൻ ഹിന്ദു ആണ്. വാവർ ഏതാണ്? ഹിന്ദുവാണ്. രാഹുൽ ഈശ്വറിന്റെ വേഷനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ആ വിഡ്ഢിത്തത്തിന്റെ മറുപടി എന്റെ ഒരു വിഡ്ഢിത്തമായിട്ട് അങ്ങ് എടുത്താൽ മതി. അല്ല, മാത്രമല്ല ഈ കേരളത്തിലെ വിഡ്ഢികളായ, ഞാൻ ആക്ഷേപിക്കാൻ പറയുന്നതല്ല, മനസ്സിലായി, വിഡ്ഢികളുടെ വേഷത്തിൽ നിൽക്കാൻ വിധിക്കപ്പെട്ട ഹിന്ദുക്കൾ മാത്രമാണ് വാവർ പള്ളി എന്ന് പറയുന്നത്. അവർ പറയുന്ന പേര് നൈനാർ പള്ളിയാണ്. നമ്മളാണ് വാവർ പള്ളി എന്ന് പറയുന്നത്. നമ്മളങ്ങ് പറയുകയാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ച് എല്ലാം സ്വീകരിക്കുന്നവരാണ്, എല്ലാത്തിനെയും സ്വാംശീകരിക്കുന്നവരാണ്. ഏത് സൈസിലുള്ള തൊപ്പിയും മേടിക്കുന്ന ഒരു കടയാണ് ഹിന്ദുവിന്റെ കട. അല്ല, നമ്മൾ ഇൻക്ലൂസീവ് ആണ്, എല്ലാത്തിനെയും സ്വീകരിക്കും. ഈ നമ്മളിപ്പോ ഈ എരുമേലിൽ ഇപ്പം നിർദ്ദിഷ്ട വാപുര ക്ഷേത്രം, എന്തായാലും ആ ക്ഷേത്രം ഉയർന്നു വരുമെന്ന് തീവ്ര ഇസ്ലാമിസ്റ്റുകളായ ജമാഅത്തെ ഇസ്ലാമികളുടെ ആളുകൾ വരെ പറയുന്നുണ്ട്. പറഞ്ഞു ആ ക്ഷേത്രം ഉണ്ടാവും, അതിനെ തടയാനൊന്നും അവർക്ക് കഴിയില്ല. കാരണം റിയാലിറ്റി അവർക്കറിയാം. കാരണം ഒരാൾക്ക്, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, അയാളുടെ ഇഷ്ടദേവതയെ ആരാധിക്കുക, അതിനുവേണ്ടി ഒരു ആലയം ഉണ്ടാക്കുക, ഇതൊന്നും ചെറുക്കാൻ ആർക്കും പറ്റില്ല, ഒരു നിയമത്തിനും തടയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ വരുമ്പോഴും
ഒരു ചോദ്യം ബാക്കിയാവുന്നത് ഇവർ മുന്നോട്ട് വെക്കുന്നത് അത് കേരളത്തിൻ്റെ ഒരു സെക്കുലർ ഫാബ്രിക്കിനെ മതേതര നിലപാടിനെ ഹനിക്കാനുള്ള ഒരു ശ്രമമായി മാറും എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. അതെ, പ്രചരണം മാത്രമാണ് അത്. അവരുടെ ഒരു ബാലൻസിങ് ആയിട്ടുള്ള പറച്ചിലാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു വാപുര ക്ഷേത്രം വരുന്നത് കൊണ്ട് എന്ത് മതേതരത്വമാണ് കേരളത്തിൽ തകരുന്നത്? ഏതെങ്കിലും മുസ്ലിമിന് ഏതെങ്കിലും പ്രശ്നം അതുകൊണ്ടുണ്ടാകുമോ? ഹിന്ദു ഉയർത്തുന്നത് ദേവാലയമാണ്. ബാക്കിയുള്ള മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരാധനാലയമാണുള്ളത്. ആരാധനാലയവും ദേവാലയവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആരാധനാലയത്തിൽ അവരുടെ പുരോഹിതനായിട്ടുള്ള ആളുടെ പ്രസംഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ളൊരു ഇടമാണ്. ദേവാലയം എന്ന് വെച്ചാൽ ദേവന്റെ വീടാണ്. ആ ദേവന്റെ അവിടെ പ്രസംഗമില്ല, അവിടെ പോയി പ്രാർത്ഥിക്കൽ മാത്രമേ ഉള്ളൂ. അതാണ് വ്യത്യാസം. ദേവാലയവും ആരാധനാലയവും തമ്മിലുള്ള വ്യത്യാസം കൂടി ഇത് മനസ്സിലാക്കണം. വാപുരനും വാവരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അയ്യപ്പനും ധർമ്മശാസ്താവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. ഏതായാലും ഈ ആചാരപ്രകാരം ഭഗവാന്റെ പിതൃസ്ഥാനീയനാണ് തന്ത്രി. അതെ, ശബരിമല തന്ത്രി ഈ വാപുരസ്വാമി ക്ഷേത്രം നിർമ്മിക്കുന്നതിന് അനുകൂലമാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാനും അറിഞ്ഞത് അപ്രകാരം തന്നെയാണ്. എനിക്കതിനെപ്പറ്റി ആധികാരികമായി പറയാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ അവരുമായിട്ട് ആ വ്യക്തികളുമായി സംസാരിച്ചാലേ അറിയത്തുള്ളൂ. പക്ഷേ ആണെന്നുള്ള രീതിയിൽ ഞാനും കേട്ടിരുന്നു. ഏതായാലും വാപുരസ്വാമിയുടെ ക്ഷേത്രം ഉയരുക തന്നെ ചെയ്യും. രാഹുൽ ഈശ്വറിന് മാത്രമേ ഉള്ളൂ വാപുരൻ എന്ന് പറയുന്ന കഥാപാത്രം ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ ചിലർ പറഞ്ഞു വരുത്തുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനാണ് ഈ ബാലൻസ് ചെയ്തുകൊണ്ട് കയ്യടി നേടാനും മറ്റെന്തെങ്കിലും നേടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിയുടെ ഭാഗമായിട്ട് പറഞ്ഞു വരുത്തുന്നതാണ്. രാഹുലിന് പേടിയൊന്നുമില്ല. പേടിയില്ലെങ്കിൽ നല്ലതാണ്. എന്തിനാ പേടിക്കുന്നേ? നമ്മൾ പേടിക്കുന്ന ആരെയാണ്? ഈ ലിസ്റ്റ് തയ്യാറാക്കിയവരെയാണ് നമ്മൾ പേടിക്കുന്നത്. 950 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയവരെയാണ് നമ്മൾ പേടിക്കുന്നത്. പക്ഷെ അദ്ദേഹം നമുക്ക് പേടിയുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് പേടിക്കേണ്ടി വന്നാൽ അദ്ദേഹത്തിന് അത് പേടിയില്ല. കാരണം ആ ലിസ്റ്റിൽ അദ്ദേഹം ഒരിക്കലും ഉണ്ടാവില്ല. നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നില്ലല്ലോ. അന്നേരം പിന്നെ കുഴപ്പമില്ല. രാഹുൽ ഈശ്വറിന് ഈ രാജ്യത്ത് ഹിന്ദുത്വത്തിനെതിരെ എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരും അയാളെ ഉപദ്രവിക്കോ ചീത്ത വിളിക്കോ ചെയ്യത്തില്ല. ഫേസ്ബുക്കിലൊക്കെ എന്തെങ്കിലും അദ്ദേഹത്തിനെതിരായിട്ട് എഴുതുമെന്നുള്ളതിൽ ഒന്നും പറയാം. സ്നേഹത്തോടെ ഓടിച്ചെന്ന് സംസാരിക്കുകയും ചെയ്യും. പക്ഷെ തിരിച്ചാണെങ്കിലും കഴിഞ്ഞ ഇന്നിപ്പോ ജൂലൈ 7 ജൂലൈ 4 ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിന്റെ 15ാം വാർഷികമാണ്. അതൊരു ചോദ്യത്തിനകത്തൊരു പേര് വന്നുകൊണ്ടാണ്. ഈ രാഹുൽ ഈശ്വർ ഇത്രയൊക്കെ വിപ്ലവം പറയുന്ന ആളാണെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഈ ഇസ്ലാമിക വിശ്വാസികളായ സ്ത്രീകളെ പള്ളിയിൽ കയറ്റണം, അവർക്ക് സർവ്വസ്വാതന്ത്ര്യവും പുരുഷന് തുല്യമായിട്ട് കൊടുക്കണം, സൂംബ ഡാൻസിന് അനുകൂലമായിട്ട്, ഇതൊക്കെ പറയാനുള്ള ധൈര്യം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം. പക്ഷേ ഈ നയം രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സനാതനധർമ്മത്തിന് വിരുദ്ധനായൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങളൊന്നും കേരളത്തിലെയോ ഭാരതത്തിലെയോ ഹൈന്ദവ സമൂഹത്തിന് ഒരു രീതിയിലും ബാധിക്കത്തില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.